ഇടുക്കി മലങ്കര ഡാമിന്റെ ഒരു ഷട്ടർ തകരാറായതിനെ തുടർന്ന് ഉയർത്താൻ കഴിഞ്ഞിട്ടില്ല. മഴക്കാലം നേരത്തെ എത്തിയതിനാൽ വാർഷിക അറ്റകുറ്റപ്പണി നടത്താൻ കഴിഞ്ഞില്ലെന്നാണ് ജലസേന വകുപ്പിന്റെ വിശദീകരണം. കനത്ത കാറ്റിൽ ഇടുക്കി തുപ്പിപ്പാളയിൽ ഒരു വീടിന്റെ മേൽക്കൂര തകർന്നുപോയ കാര്യം നേരത്തെ മേൽക്കൂര പറന്നുപോയി. അപ്പോൾ ഇപ്പോൾ ഈ മലങ്കര ഡാമിന്റെ ഷട്ടർ തുറന്ന ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. നമുക്കൊപ്പം ഈ ദൃശ്യമാണ് പ്രേക്ഷകർ കണ്ടത്. എന്നാലും കോട്ടയം മീനച്ചലാറ്റിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലായി എന്ന് ടോബി ജോൺസൺ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇരു കരകളിലും താമസിക്കുന്ന ആളുകൾ ജാഗ്രത പാലിക്കുക. ശക്തമായ കാറ്റിൽ എറണാകുളം നായത്തോട് സ്കൂൾ പരിസരത്ത് മരം റോഡിലേക്ക് ഒടിഞ്ഞു വീണിട്ടുണ്ട്. ഈ ഡാം ഷട്ടർ തുറന്ന കാര്യം വിശദാംശങ്ങളുമായി രാഹുൽ വിജയൻ ചേരുകയാണ്. രാഹുൽ, യഥാർത്ഥത്തിൽ ഈ ആദ്യം വീടിൻ്റെ ഈ മേൽക്കൂര പറന്നുപോയ കാര്യം പറയൂ. കാര്യം മേൽക്കൂരയുമായിട്ടിരിക്കുന്ന ആളുകൾ കീഴിൽ നിന്ന് ഈ വീടിൻ്റെ മേൽക്കൂര പറന്നു പോകുമെന്ന് പേടിച്ചിരിക്കണ്ടല്ലോ. മലയോര മേഖലയിൽ അതിശക്തമായ കാറ്റാണ് വീശുന്നത്. അങ്ങനെയാണ് ഇന്നലെ തൊട്ടിപ്പാളയിൽ രാജേഷ് എന്ന് പറയുന്ന ആളുടെ വീടിന്റെ മേൽക്കൂര പറന്നുപോയത്. ആസ്പെറ്റോസ് ഷീറ്റായിരുന്നു ഈ വീടിനുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് പറന്നുപോയി എന്നുള്ളതാണ് ഈ വീട്ടുകാർ പറയുന്നത്. മാത്രമല്ല ആ വീടിനകത്തുണ്ടായിരുന്ന സാധനങ്ങൾ പൂർണ്ണമായും നശിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കൂടി കാര്യങ്ങൾ പോയി എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇടുക്കി ജില്ലയുടെ പല ഭാഗങ്ങളിലും അതിശക്തമായ കാറ്റ്, റോഡുകളിലേക്കൊക്കെ മരം കടപുഴകി വീണ് പലയിടത്തും ഗതാഗത തടസ്സം ഉണ്ടായിരുന്നു. എല്ലാം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ചുരുളിക്ക് സമീപം, അട്ടികളത്തിനും ചുരുളിക്കും സമീപം മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. ആ മണ്ണ് മാറ്റുകയും ചെയ്തു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ മഴയ്ക്ക് നേരിയൊരു ശമനമുണ്ട്.